You are watching Reporter Evening Show. നമ്മളോടൊപ്പം രണ്ട് അതിഥികൾ കൂടി ചേരുന്നു. ബി.ജെ.പിയിൽ നിന്നും ശങ്കുട്ടി ദാസും അതുപോലെ തന്നെ CPM-ന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽകുമാറും. ശ്രീ അനിൽകുമാർ, നോക്കൂ, ഇപ്പോൾ രണ്ടാഴ്ചത്തെ ഇടവേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ സന്ദർശനമാണ്. ആ രണ്ടാമത്തെ സന്ദർശനം എന്ന് പറയുന്നത് രണ്ട് തവണയും അദ്ദേഹം വന്നിരിക്കുന്നത് തൃശ്ശൂരിലേക്കാണ്. ഇന്ന് കൊച്ചിയിലാണ് റോഡ് ഷോ നടക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി നാളെ ഗുരുവായൂർ, പിന്നെ അത് കഴിഞ്ഞ് തൃപ്രയാർ ക്ഷേത്രം, പിന്നെ പ്രധാനപ്പെട്ട BJP പ്രവർത്തകരെ കാണുന്നു. തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദി രണ്ട് തവണ വന്നു പോകുന്നു. അപ്പോൾ ആ കോൺസ്റ്റിറ്റുവൻസി വളരെ പ്രധാനമായി BJP കാണുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതൊരു ഇഫക്റ്റ് ഉണ്ടാക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം സുരേഷ് ഗോപി കാഴ്ചവെച്ചൊരു മണ്ഡലമാണത്. അവിടെ TN പ്രതാപനൊരു ഇൻകംബൻസി ഇഷ്യൂ നേരിടുന്നുണ്ട്. ഇതൊക്കെ തങ്ങൾക്ക് ഗുണകരമാകുമെന്നൊരു വിലയിരുത്തൽ ആ പാർട്ടിക്കുണ്ട്. ആ സാഹചര്യത്തിൽ മോഡിയുടെ ഈ തുടർച്ചയായ വരവും തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രകടനങ്ങളുമൊക്കെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 10 കൊല്ലം തികയാൻ പോവുകയാണ്. 10 കൊല്ലത്തെ കണക്കെടുപ്പ് നടത്തിയാൽ ഇന്ത്യ രാജ്യത്തെ ഒരു മണ്ഡലത്തിലും BJPയുടെ ജനസേവനത്തിൻ്റെ ഭാഗമായി വിജയിക്കാൻ അവകാശമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം ഇപ്പോഴും മതം പറയുന്നു, വിശ്വാസം പറയുന്നു, പച്ചയായ വർഗീയത പറയുന്നു, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. ഇങ്ങനെ 10 ദിവസത്തിനിടയ്ക്ക് 2 തവണ ഈ തൃശ്ശൂരിൽ വരുന്ന അദ്ദേഹം ആ മണിപ്പൂർ വരെ ഒന്ന് പോയാൽ പ്രധാനമന്ത്രിയുടെ ചുമതല അദ്ദേഹം നിർവഹിച്ചു എന്ന് നമുക്ക് പറയാമായിരുന്നു. അവിടെ സ്ത്രീകൾ നഗ്നരാക്കപ്പെട്ടു. ഇന്നലെ സുരേഷ് ഗോപി ഒരു കിരീടം കൊടുക്കുന്നുണ്ടല്ലോ, മാതാവിൻ്റെ സ്വരൂപത്തിന് മേലെ കിരീടം സമർപ്പിക്കുന്ന കണ്ടു. മണിപ്പൂരിൽ മാതാവിൻ്റെ ശിരസടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നെ എവിടെയാണ് കിരീടം ധരിപ്പിക്കുന്നത്? അപ്പോൾ യൂദാസിൻ്റെ ഒറ്റുകൊടുത്തപ്പോൾ യൂദാസിന് കിട്ടിയ നാണയത്തിൽ നിന്നും ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്വർണ്ണ കിരീടവും തൃശ്ശൂരെന്നല്ല ഈ കേരളം ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഇതൊക്കെ തുറന്നു കാട്ടാനുള്ള കഴിവ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുണ്ട്. വ്യക്തിപരമല്ല തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ കഴിവുകൾക്കപ്പുറത്താണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ തൃശ്ശൂർ ഇടതുപക്ഷത്തെ ഭരിക്കുന്ന, കേരളം ഇടതുപക്ഷത്തെ ഭരിക്കുന്ന ഒരു പുതിയ അറിവിലേക്ക് കേരളം എത്തിയിട്ടുണ്ട്. കാരണം 10 കൊല്ലത്തെ നരേന്ദ്രമോദിയുടെ ഭരണ പരാജയങ്ങളെയാണ് വിചാരണ ചെയ്യാൻ പോകുന്നത്. 2019 വലിയ മുന്നേറ്റം സുരേഷ് ഗോപി അവിടെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ 2024 ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ശ്രീ അനിൽകുമാർ, ഈ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു സാഹചര്യം, അവിടെ ഈ കരുവന്നൂർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് അല്ലേ? അതുമായി ബന്ധപ്പെട്ടൊരു വലിയ വിവാദം CPM-ന് ഒരു പ്രതിച്ഛായ പ്രശ്നമായി അവിടെ നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന TN പ്രതാപന് കഴിഞ്ഞ തവണത്തെ വിജയം, ആ വിജയത്തിലേക്ക് ഒരിക്കൽ കൂടി വരാൻ കഴിയുമോ? അല്ലെങ്കിൽ നിങ്ങൾ CPM-ന് അവിടെ ഒരു അട്ടിമറി വിജയം നേടാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു സംഘർഷാവസ്ഥയും, എന്താ പറയുക, അങ്ങനെയുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തെ പരമാവധി മുതലെടുക്കുക എന്നുള്ളതാണ് BJP അവിടെ ശ്രമിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏക മണ്ഡലം തൃശ്ശൂരാണെന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇവിടെ തൃശ്ശൂരിൽ തുടർച്ചയായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമല്ലേ? ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണെന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം തന്നെ സുരേഷ് ഗോപിയാണ് അവിടെ നിയമസഭയിൽ മത്സരിച്ചത്. തൃശ്ശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരത്തിന് സുരേഷ് ഗോപി എന്തായി? സുരേഷ് ഗോപി എവിടെ പോയി? അപ്പോൾ ഒരു പുതിയ സുരേഷ് ഗോപി അല്ലല്ലോ വരുന്നത്. അവർ കണ്ടുപഴകിയ സുരേഷ് ഗോപിയാണ്. നമ്മുടെ മാധ്യമങ്ങളാണെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി കിരീടം കൊണ്ടുപോകുന്ന ഉടനെ അത് വാർത്തയാക്കുന്നു. പിന്നെ കല്യാണം ഉണ്ടെങ്കിൽ അത് വാർത്തയാക്കുന്നു. കല്യാണപ്പെണ്ണ് പോകുന്ന വാർത്തയാക്കുന്നു. നരേന്ദ്രമോദിക്ക് വേണ്ടി അവിടുത്തെ ശിവൻ്റെ ജഡ എന്നറിയപ്പെടുന്ന ആൽമരം അത് ഒടിച്ചു കളഞ്ഞാൽ, അത് വെട്ടിക്കളഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമല്ല. എറണാകുളത്ത് അവിടുത്തെ മരങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ, വോൾഗാട്ടിൽ വെട്ടിക്കഴിഞ്ഞാൽ അത് പരിസ്ഥിതിവാദികൾക്ക് പ്രശ്നമല്ല. എന്തുമാകാം. കാരണം നരേന്ദ്രമോദിയാണല്ലോ. നരേന്ദ്രമോദി വരുമ്പോൾ റോഡ് ബ്ലോക്കാകുന്നില്ല, യാതൊരു പ്രശ്നങ്ങളുമില്ല. നവകേരള സദസ്സ് വന്നപ്പോൾ എന്തെല്ലാം കോലാഹലമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിൽ അവരേതെങ്കിലും തരത്തിൽ തൊട്ടിലാട്ടുന്നുണ്ടെങ്കിൽ ആ തൊട്ടിലാട്ടം ഒന്നും കണ്ട് പകച്ചു പോകുന്ന രാഷ്ട്രീയ പാരമ്പര്യമല്ല തൃശ്ശൂരിന്. 1948 കമ്മ്യൂണിസ്റ്റുകാരുടെ ആദ്യത്തെ ഒരു MLA ഉണ്ടായത് അവിടുന്ന് ഗോപാലകൃഷ്ണ മേനോനാണ്. ഇന്ത്യൻ റിപ്പബ്ലിക് ഉണ്ടായ ശേഷം ആദ്യത്തെ രക്തസാക്ഷി സർദാർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ നാടാണത്. ഞങ്ങൾക്ക് വലിയ പാരമ്പര്യമുള്ള നാടാണ്. വലിയ വിപ്ലവ പ്രവർത്തനത്തിൻ്റെ പോരാട്ടമുള്ള മണ്ണല്ലേ. അന്തിക്കാടെന്നൊക്കെ പറഞ്ഞാൽ എന്താണത്?
ഇതൊക്കെ ഈ സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്തെങ്കിലും കാണിച്ചാൽ അവിടെ പണിയെടുക്കുന്ന മനുഷ്യന്മാരല്ലേ. പിന്നെ കരുവന്നൂർ എന്ന് പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഏതാണ്ട് തല പുഴുത്താൻ പോവാം. പച്ച കള്ള എഴുന്നള്ളിച്ചിട്ട് എവിടെ പോയി AC മൊയ്തീൻ, എവിടെ പോയി MK കണ്ണൻ, എവിടെ പോയി നിങ്ങൾ PK ബിജുവിൻ്റെ പേരിൽ ആരോപണം ഉന്നയിച്ചിട്ട് ഇപ്പോൾ P രാജീവിൻ്റെ പേരിലാണ് കള്ളം പറഞ്ഞ് കിടക്കുന്നത്. പച്ച കള്ളം പറയാൻ കുറേ പേര് ED എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയല്ല, നുണ പറയുന്നവർ, മാന്യതയില്ലാത്തവർ. ആ മാന്യതയില്ലാത്ത നുണ പറയുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർ കുറേ വെട്ടിരിമ്പിനെ കൊണ്ട് ഇറക്കിയിട്ട് ഞങ്ങൾക്കെതിരെ എവിടെങ്കിലും വാറോല എഴുതി കൊടുത്താൽ അതിൻ്റെ തുമ്പത്തൊന്നുമല്ല തൃശ്ശൂരിലെ ജനങ്ങൾ. അതുകൊണ്ട് കരുവന്നൂരെന്നും പറഞ്ഞ് നമ്മളോട് ചോദിക്കേണ്ട കാര്യങ്ങളില്ല. വസ്തുതാപരമായി പറയാം, ഞങ്ങൾക്കെതിരായിട്ട് കരുവന്നൂരിൽ എന്തുണ്ട്? 6 മാസമായല്ലോ കളിക്കുന്നത്, 6 മാസമായല്ലോ കളിക്കുന്നത്. നിങ്ങൾ ഈ മൊഴി എന്ന് പറഞ്ഞല്ലാണ്ട് എന്ത് വസ്തുതയുണ്ട്? ഉണ്ടേ കാണിക്ക്. CPM-ന് തെറ്റായ അക്കൗണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ കണക്ക്, ആ പൈസ CPM-ന് പൈസ കണ്ടു. ഞാൻ ED വെല്ലുവിളിക്കുകയാണ്. ശരി, ശ്രീ അനിൽകുമാർ, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഇതൂടെ കേട്ടിട്ട് സുജയോട് കൂടെ പറയാം. ഇതൂടെ കേട്ടിട്ട് ഈ ഒരു വാചകം കൂടെ കേട്ടിട്ട് ഞാൻ ഇന്നത്തെ രാത്രിയിൽ ഈ റിപ്പോർട്ടർ ചാനലിൽ വെല്ലുവിളിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്ത ED. CPM-ന് രഹസ്യ അക്കൗണ്ട്, പിന്നെ 25 രഹസ്യ അക്കൗണ്ട് ഉണ്ട്. ഞാൻ പറയണത് 18 കോടി രൂപയുടെ പണം ED അങ്ങ് ഇത് ചെയ്തല്ലോ, അവിടെ കോൺഫിസ്കേറ്റ് ചെയ്തല്ലോ, പിടിച്ചെടുത്തല്ലോ. കരുവന്നൂരെന്നല്ല, പ്രതികളുടെ സ്വത്ത്. അതിൽ AC മൊയ്തീൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞ് കുറേ കള്ളം പറഞ്ഞല്ലോ. 18 കോടി AC മൊയ്തീൻ്റെ പേരൂടെ പറഞ്ഞല്ലോ. ഒരു AC മൊയ്തീൻ്റെ സ്വത്ത് കണ്ടു കിട്ടിയിട്ടില്ല. ഞങ്ങൾ പറയണത് ഈ P രാജീവിൻ്റെ പേരിലൊക്കെ ഈ കള്ളം എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കാതെ CPM-ന് പൈസ ഉണ്ട് കണ്ടു കേട്ടപ്പാ. ചുമ്മാ ED-യെ പോലെ കുറെ ആളുകൾ അങ്ങനെ വല്ലാണ്ട് പറഞ്ഞ് മുന്നേറാതെ ശ്രീ അനിൽകുമാറെ, ഇതിപ്പോ എന്തായാലും ഒരു ചർച്ചയ്ക്ക് വെക്കാം. ഞാൻ പറയട്ടെ ഒന്ന് കേക്ക്. ഈ കരുവന്നൂർ സാറിന് വാങ്ങി ഭരിക്കുന്നത് ആരാ? CPM അല്ലേ? അവിടെ 6 പേര് ആത്മഹത്യ ചെയ്തില്ലേ? എങ്ങനെയാ ആത്മഹത്യ ചെയ്തത്? അവരവിടെ നിക്ഷേപിച്ച പൈസ കിട്ടിയില്ല. നിങ്ങൾ ഈ ED-യുടെ കാര്യമൊക്കെ അങ്ങോട്ട് മാറ്റിവെക്ക്. ഇത് ജനങ്ങളോട് വിശദീകരിക്കണമല്ലോ. നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് രോഗത്തിന് ചികിത്സ കിട്ടാതെ. അപ്പം അത്തരം യാഥാർത്ഥ്യങ്ങൾ നമ്മൾ വെറുതെ കയറിയിട്ട് ഈ ED-യെ കുറിച്ചും മാധ്യമങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞ് സമയം കളയേണ്ട അനിൽകുമാർ. CPM അവിടെ ജയിക്കാൻ നോക്കാം, അവിടെ ഒരു പ്രശ്നമുണ്ട്, അതാണ് ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ അതിനെ മാധ്യമങ്ങൾക്കെതിരായ ഒരു വിമർശനമായിട്ടും ഇല്ലാത്തൊരു പ്രശ്നമായിട്ടും ഒന്ന് പറയാം. ഞങ്ങൾ ED-യുടെ പക്ഷത്തൊന്നുമല്ല, അവിടെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, അതാണ് താങ്കളുടെ ശ്രദ്ധയിൽ. അല്ലല്ല, ഇതൂടെ കേട്ടോ, മറുപടി കേട്ടോ. താങ്കളുടെ മറുപടിയിലേക്ക് വരാം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, താങ്കളുടെ മറുപടിയിലേക്ക് വരാം. മിനിഞ്ഞാന്നത്തെ പത്രക്കുറിപ്പ് അല്ലല്ല, ഈ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ചുരുക്കി പറയണം, നമുക്കൊരു ഇടവേള വേണം. അതുകൊണ്ടാണ് സർക്കുലർ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അല്ലല്ല, ഗുജറാത്തിലെ 4 അർബൻ ബാങ്കിന്റെ പൈസ എവിടെ പോയി? ഗുജറാത്തിലെ ED എന്താ ഗുജറാത്തിൽ പോകാത്തത്? അമിത്ഷായുടെ ബാങ്കിൽ പോകാത്തത്? കള്ളപ്പണം പിടിച്ചാൽ പോകാത്തത്? അവിടുത്തെ 4 അർബൻ ബാങ്കുകളുടെ ലൈസൻസ് എടുത്ത് കളഞ്ഞിരിക്കുക. ഏത് ഗുജറാത്തിൽ? മിനിഞ്ഞാന്തെയാണ് റിസർവ് ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു സഹകരണ ബാങ്കിൽ തെറ്റായ കാര്യം നടന്നാൽ, തെറ്റായ കാര്യം നടന്നു കരുവന്നൂരിൽ, അതിൻ്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് കേസെടുത്തു, കേരള പോലീസ് കേസെടുത്തു. കേരള പോലീസ് കേസെടുത്ത ഉടനെ ഇത് ചാഞ്ഞു കിടക്കുന്ന മരമാണ്, ഇങ്ങോട്ട് ഓടിക്കേറിയേക്കാന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ നടക്കൂലെന്നേ. ഒരു ED വന്നിട്ടും ഒരു സഹകരണ ബാങ്കിനെ രക്ഷിക്കില്ല, ഒരു സഹകരണ ബാങ്കിലെ നിക്ഷേപകരെ രക്ഷിക്കില്ല, കേരള സർക്കാർ രക്ഷിക്കും. കരുവന്നൂരിൻ്റെ പ്രശ്നങ്ങൾ കേരള സർക്കാർ പരിഹരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങളത് കാണുന്നില്ലേ? ശരി, പരിഹരിച്ചാൽ മതി. പരിഹാരമാണല്ലോ വേണ്ടത്. ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 പേരുടെ ജീവൻ വീണ ഇടമാണത്. അവിടെ പരിഹാരം ഉണ്ടായാൽ മതി. അത് തന്നെയാണ് വേണ്ടത്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, കെ അനിൽകുമാർ ഇവിടെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ. അതിലേക്ക് ഒന്നൊന്നായി കടക്കാം മറുപടിയുമായി. തീർച്ചയായിട്ടും നോക്കൂ, അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ആദ്യം മുതൽക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് രാജ്യത്ത് യാതൊരു വികസനവും നടത്തിയിട്ടില്ല. നരേന്ദ്രമോദി വർഗീയത പറഞ്ഞ്, മതവിദ്വേഷം പറഞ്ഞ്, വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയും സംഘർഷവും ഉണ്ടാക്കി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണെന്നാണ്. അത് പറയാനെടുത്ത ആ 10-15 മിനിറ്റിനിടയിൽ എത്ര വർഗീയമായ, എത്ര മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിശ്വാസത്തിന്റെ ഭാഗമായി അവിടെ ഒരു
പള്ളിയിലെ മാതാവിന് ഒരു സ്വർണ്ണ കിരീടം കൊടുത്ത വിഷയത്തെ എന്തിനാണ് ഈ ചർച്ചയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന്? മണിപ്പൂരിലെ മാതാവിന്റെ തലയടിച്ച് പൊട്ടിച്ചിട്ടുള്ള ഇവർ എത്ര സ്വർണ്ണ കിരീടം കൊണ്ട് കൊടുത്താലും ഈ പറയുന്ന പാപക്കറ കഴുകിക്കളയാനാവില്ല. എത്ര നിരുത്തരവാദിത്തപരമായ, എത്ര വിദ്വേഷപരമായിട്ടുള്ള ഒരു പരാമർശമാണത്. ഒന്നാമത്തെ കാര്യം, മണിപ്പൂരിലെ സംഘർഷം രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണെന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള, അതായത് ബോംബെ ആർച്ച് ബിഷപ്പായിട്ടുള്ള ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്തിന്റെ ചുമതല വഹിക്കുന്ന ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ പോലെയുള്ള പ്രധാനപ്പെട്ട സഭയുടെ വക്താക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ ഈ പറയുന്ന ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള വിരുന്നിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പുമാരും മുഴുവൻ പങ്കെടുത്ത് ആ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണകൾ മുഴുവൻ നീക്കിയതായി പ്രഖ്യാപിക്കേണ്ടിട്ടുള്ള സാഹചര്യത്തിൽ അങ്ങനെ ഇല്ലാത്തൊരു ആരോപണം, രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ വിഷയം ഒരു മതത്തിനെതിരെയുള്ള കലാപമാണെന്ന ഒരു വളരെ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള പരാമർശം നടത്തുകയും ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സുരേഷ് ഗോപിയുടെ തലയിൽ അത് ആരോപിക്കുകയും, സുരേഷ് ഗോപിക്ക് മണിപ്പൂർ സംഭവമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ പേരിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ ഇതിലേക്ക് കൂട്ടിയിണക്കുന്നത് ബോധപൂർവം മതപരമായിട്ടുള്ള വൈകാരികത ഇളക്കി വിട്ടുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ ഇത്തരത്തിൽ BJPക്കെതിരെ തിരിക്കാമെന്നുള്ള താല്പര്യമാണ്. ഇതാണ് വർഗീയത, ഇതാണ് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഏർപ്പാട്. രണ്ടാമത്തെ കാര്യം, ആ കിരീടം എങ്ങനെയാണ് മറന്നു വിടുന്നതൊക്കെ ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം. അവിടുത്തെ മാധ്യമപ്രവർത്തകൻ, എനിക്ക് തോന്നുന്നു കൈരളിയുടെ ക്യാമറാമാൻ തന്നെയാണ് ആ മാതാവിന്റെ രൂപത്തിലേക്ക് ക്യാമറ അടുപ്പിച്ച് കൊണ്ടുവന്ന് ആ കിരീടം തട്ടി താഴ്ത്തിടുന്നത്. അതിന്റെ വീഡിയോ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. പോട്ടെ, ഇനി അത് സ്വാഭാവികമായി വീണതാണെങ്കിൽ പോലും ഈ പറയുന്ന അനിൽകുമാറിന്റെ പാർട്ടിക്ക് എന്ന് മുതലാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടായത്? ഈ പറയുന്ന കിരീടം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവിന്റെ തലയിൽ അത് വാഴുന്നു. അതൊന്ന് വ്യക്തത വരുത്തുമോ? താഴെ വീഴുന്നതായാണ് കണ്ടത്. താഴെ വീഴുന്നതായാണ് അത് കാണിക്കുക. കൈരളി എങ്ങനെയാണ് റിപ്പോർട്ടറിൽ കാണിക്കുക? റിപ്പോർട്ടറല്ലേ, കൈരളി എങ്ങനെയാ കാണിക്കുക? അല്ല, അദ്ദേഹം കാണിക്കട്ടെ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നിങ്ങളിൽ ആർക്കെങ്കിലും വാട്സാപ്പിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് അത് ടി വിയിൽ കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തുതരാം. കാരണം എൻ്റെ ഫോണിൽ ആ വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ അയച്ചു തന്നാൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്തു തരാം. കാരണം അത് ക്യാമറാമാൻ വളരെ അടുത്തേക്ക് വരുന്നതും മാതാവിന്റെ രൂപത്തിനടുത്ത് എത്തുന്നതും ഈ പറയുന്ന കിരീടം വീഴുന്നതും കാണുന്നുണ്ട്. സുരേഷ് ഗോപി ചോദിക്കുന്നത് വളരെ വ്യക്തമായി നമുക്ക് ഓഡിയോ കേൾക്കാൻ കഴിയും, എങ്ങനെയാണ് വീണത് എന്ന്. അപ്പോൾ പുറകിലിരിക്കുന്ന ആൾ അദ്ദേഹത്തോട് പറയുന്നു ക്യാമറ തട്ടിയതാണ് എന്ന് പറയുന്നു. ഇത്രയും കാര്യം വളരെ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ സഹിതം നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് വാട്സാപ്പിൽ അയച്ചു തരാം. അതല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ സുരേഷ് ഗോപി ഈ പറയുന്നത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കിട്ടും. യെസ് ഞാനത് അയച്ചു തരാം. രണ്ടാമത്തെ കാര്യം, അതേപോലെ തന്നെ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയത്, അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വിശ്വാസത്തിന്റെ പേരിൽ ഒരാൾ ചെയ്ത കാര്യത്തെയാണ് ഇങ്ങനെ വലിച്ചഴിച്ചിട്ട് കൊണ്ടുവരുന്നത് എന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ എന്താ പറയുക, തൃശ്ശൂർ നരേന്ദ്രമോദി പങ്കെടുത്തപ്പോൾ മരങ്ങൾ വെട്ടിയത് ശിവന്റെ ജട മുറിച്ചതാണ്. നോക്കൂ, അദ്ദേഹത്തിന്റെ പരാമർശം വരുന്നത് എങ്ങനെയാ നോക്കൂ. ഇത് ഐതിഹ്യമാലയിലുള്ള ഒരു കഥയാണ്. ശക്തൻ തമ്പുരാൻ പണ്ട് തേക്കിൻകാട് വെട്ടി മൈതാനമാക്കാൻ ശ്രമിച്ച സമയത്ത് പാറമേക്കാവിലെ വെളിച്ചപ്പാട് വെളിപ്പെട്ട് വന്നിട്ട് പറഞ്ഞു ഇത് ശിവന്റെ തിരിച്ചടയാണ്, ഇത് മുറിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ശക്തൻ തമ്പുരാൻ ഈ വെളിച്ചപ്പാടിന്റെ തലയർത്ത് മാറ്റി എന്നൊരു കഥയുണ്ട്. ഈ കഥയാണ്, അതായത് ഇതിനെ നിഷേധിച്ചു ശക്തൻ തമ്പുരാൻ എന്നാണ് ഐതിഹ്യമാലയിൽ പറയുന്ന കഥ. നരേന്ദ്രമോദിയുടെ തൃശ്ശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു മരം പോലും മുറിച്ചു മാറ്റിയിട്ടില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾക്ക് അത് പരിശോധിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഈ പറയുന്ന നടുവിലാല് എന്ന് പറയുന്ന ആല് നരേന്ദ്രമോദിയുടെ വേദിയുടെ ലൈനപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ആലാണ്. 300 മീറ്റർ നീളത്തിലാണ് ആ ആല് നിന്നിരുന്നത്. ആ ആല് 2021 തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് ആല് മറിഞ്ഞ് വീണിട്ട് ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2 ആളുകൾ മരിക്കുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം തന്നെ, അതായത് 2023 തന്നെ മാർച്ച് മാസത്തിൽ ആലിലെ ചില്ല ഒടിഞ്ഞു വീണിട്ട് 2 പേർക്ക് ദേവസ്വം ജീവനക്കാർക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി പ്രധാനമന്ത്രി ഒരു സ്ഥലം സന്ദർശിക്കുമ്പോൾ SPG പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ പരിശോധന ഉണ്ടാവും. ആ പരിശോധനയിൽ ഈ പറയുന്ന ആളുകളുടെ ചില്ലകൾ വളരെ അപകടകരമായിട്ടുള്ള നിലയിലാണ് നിൽക്കുന്നത്, അത് പൊട്ടി വീണ് കഴിഞ്ഞാൽ വലിയ കാഷ്വാലിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടമാണ് അപകടകരമായിട്ടുള്ള നിലയിൽ നിന്നിരുന്ന 2 ചില്ലകൾ പ്രൂൺ ചെയ്ത് മാറ്റിയത്. മരത്തിന്റെ തായ്തടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടില്ല, മരം അവിടെ നിന്ന് വെട്ടി മുറിച്ചിട്ടില്ല. അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നിരുന്ന 2 ചില്ലകൾ പ്രൂൺ ചെയ്ത് മാറ്റി. ആരാണ് ചെയ്തത്? SPGയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലാ ഭരണകൂടമാണ് ചെയ്തത്. BJPയുടെയോ RSSന്റെയോ നരേന്ദ്രമോദിയുടെയോ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ആ സംഭവത്തെ ഹിന്ദു വിശ്വാസികൾക്കിടയിൽ വൈകാരികത ഉണർത്തിവിടാനുള്ള ഒരു ശ്രമമായിട്ട് അവിടെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അതേപോലെ തന്നെ പരിസ്ഥിതിവാദികൾക്ക് ഒരു വൈകാരിക പ്രശ്നം അദ്ദേഹം വേറെ ഇട്ടുകൊടുത്തു. ഇങ്ങനെ എത്ര ദുരുദ്ദേശപരമായിട്ടാണ് ഇവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നോക്കി നോക്കൂ. ഫാക്ച്വൽ ആയിട്ടുള്ള അനിൽകുമാർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയല്ലേ ചെയ്തത്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് അങ്ങനെ ഒരു ദുരുദ്ദേശമായതിനെ കാണേണ്ടതുണ്ടോ?
എന്ത് കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്? സുരേഷ് ഗോപി വെച്ച ഇല്ല അഡ്വക്കേറ്റ് അനിൽകുമാർ ഒരു വ്യക്തമായ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശങ്കുട്ടിദാസ് ഒന്ന് കേൾക്കൂ. അദ്ദേഹം പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പദ്ധതി ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആരെയാണ് കേരളത്തിൽ ഇവിടെ കൂട്ടത്തിൽ കൂട്ടാൻ തീരുമാനിച്ചത്? അത് ക്രിസ്ത്യൻ സമൂഹത്തെയാണ് അല്ലെ? കേരളീയരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്തെല്ലാം പരിപാടികളാണ് നടത്തിയത്? ക്രിസ്മസിന് വീടുകൾ സന്ദർശിക്കുന്നു, സ്നേഹസമ്മാനങ്ങൾ നടക്കുന്നു. അതെ, ആയിക്കോട്ടെ. അല്ല, നിങ്ങളുടെ ഒരു ചോദ്യം ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. താങ്കൾ കേട്ടുള്ളൂ. ആ സമൂഹത്തെ കൂടെ കൂട്ടനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക, നിങ്ങളുടെ വോട്ട് ബാങ്ക് വികസിപ്പിക്കുക, ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു. അവിടെ ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന് ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ് ശ്രീ ശങ്കുട്ടിദാസ് ഈ മണിപ്പൂർ സംഭവം എന്ന് പറയുന്നത്. മണിപ്പൂർ സംഭവത്തിന് മുമ്പ് പിതാക്കന്മാരൊക്കെ ഇറങ്ങി നിന്നിട്ട് ചില പിതാക്കന്മാർ പ്രഖ്യാപിച്ചില്ലേ, നിങ്ങൾ നമുക്ക് 300 രൂപ കൂടുതൽ തരൂ റബ്ബറിന്, ഇതാ ഇവിടെ നിന്ന് BJP ഒരു MP ഉണ്ടാകാൻ പോകുന്നു വരെ പ്രഖ്യാപിക്കുന്ന പിതാക്കന്മാരുണ്ടായിരുന്നല്ലോ. അവരൊക്കെ തന്നെയും ഈ മണിപ്പൂർ സംഭവത്തിന് ശേഷം പിന്നോട്ട് പോകുന്നൊരു സാഹചര്യം കേരളത്തിൽ കണ്ടു. അപ്പോൾ തൃശ്ശൂരിൽ അതൊരു വലിയ വോട്ട് ബാങ്കാണ്, ക്രിസ്ത്യൻ വോട്ട് ബാങ്ക്. ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ കൂടി സ്വരൂപിച്ചുകൊണ്ടൊരു വിജയമുണ്ടാക്കാമെന്ന് BJP കരുതി. അപ്പോഴാണ് ഈ മണിപ്പൂർ സംഭവം ഉണ്ടാകുന്നത്. മണിപ്പൂർ സംഭവം ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തിന് വലിയ മുറിവായി, വേദനയായി. അവർ ആ പറയുന്ന നിങ്ങളുടെ ഈ പദ്ധതിയുടെ ഭാഗമാകാനില്ല എന്ന് തീരുമാനിച്ചു. അതോടുകൂടി ഈ തൃശ്ശൂരിലെ നിങ്ങളുടെ പ്രോജക്റ്റ് പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അതാണ് അദ്ദേഹം ഉന്നയിച്ചത്, അനിൽകുമാർ പറഞ്ഞത്. ആ മണിപ്പൂരിൽ പോയി പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വരൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങ് പറയുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു കാര്യമാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വിരോധമോ വിപ്രതിപത്യമോ താല്പര്യക്കുറവോ BJPയോട് നിലവിലില്ല. എന്നുമല്ല, മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ താല്പര്യത്തോടെയും വലിയ പ്രതീക്ഷയോടെയും കൂടി കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം കൂടി BJPയിലേക്ക് അണിനിരക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനമില്ല എന്ന് പറയുമ്പോൾ ശങ്കുട്ടിദാസെ, ഈ മണിപ്പൂർ സംഭവത്തിന് ശേഷം കേരളത്തിലെ ഈ പറയുന്ന KCBC ആണെങ്കിലും മെത്രാമാരാണെങ്കിലും ഈ പാമ്പളാനി പിതാവാണെങ്കിലും ഒക്കെ നിങ്ങൾ പത്രം വായിക്കുന്നവരല്ലേ, നമ്മളൊക്കെ അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിന്ന് പരസ്യമായി പറഞ്ഞു മണിപ്പൂർ സംഭവത്തിനെതിരായിട്ട്. അതോടുകൂടി ആ സമുദായം എവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വളരെ വ്യക്തമായി. നോക്കൂ, ആ കാര്യത്തിൽ ഞാൻ പറയാം, വ്യക്തത വരുത്താം. ഈ കാര്യത്തിൽ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ വലിയ തെറ്റിദ്ധാരണയും വലിയ തെറ്റായ പ്രചരണവും നടത്താൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നതൊരു വസ്തുതയാണ്. അവിടെ ഹിന്ദു സമൂഹം ക്രിസ്ത്യൻ സമൂഹത്തെ ആക്രമിക്കുകയാണ്, ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പള്ളികൾ തകർക്കുകയാണ് എന്ന മട്ടിലാണ് ആദ്യഘട്ടങ്ങളിലൂടെ വാർത്ത വന്നിരുന്നത്. ഇതൊരു വളരെ ഒരു വിക്ഷോഭ സാധ്യതയുള്ള, ഒരു സാമുദായിക സംഘർഷത്തിന് സാധ്യതയുള്ള ഒരു വിഷയമായതുകൊണ്ട് ആ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നായിരുന്നു BJP ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. അവിടെ BJPയുടെ പക്ഷമോ പ്രതിരോധമോ ഇല്ലാത്ത സാഹചര്യം എടുത്തുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ തീർത്തും തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുകയും ഏകപക്ഷീയമായിട്ട് അവരുടെ നരേറ്റീവുകൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും കൂടുതൽ തെളിവുകളും പുറത്തു വരുന്ന സാഹചര്യത്തിൽ സമൂഹത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യപ്പെട്ട കാര്യമാണ്, അത് ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമായിരുന്നില്ല. മണിപ്പൂരിൽ മെയ്ത്തി എന്നും കുക്കി എന്നും പറയുന്ന രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷമായിരുന്നു. ഇതിൽ ഈ മെയ്ത്തിയിലാവട്ടെ, അതിൽ ഹിന്ദു മെയ്ത്തികളും ക്രിസ്ത്യൻ മെയ്ത്തികളും ഉണ്ട്. താങ്കളിലേക്ക് മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് അനിൽകുമാർ, നോക്കൂ, ഇവിടെ ഈ ആൽമരം വെട്ടുന്നതോ അല്ലെങ്കിൽ മാതാവിൻ്റെ തലയിൽ നിന്ന് കിരീടം വീണുപോകുന്നതോ ഒന്നും അല്ലല്ലോ. അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയം നമുക്ക് സംസാരിക്കാം. നോക്കൂ, 2014 BJP 31% വോട്ടുകൾ നേടി. 2019 ആകുമ്പോഴേക്കും BJP 38.4% വോട്ട് നേടി എന്ന് പറയുമ്പോൾ വലിയ കുതിച്ചുകയറ്റം 2014-നും 2019-നും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ BJP മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ കേരളത്തിലത്തെ അദ്ദേഹം വരുമ്പോൾ തൃപ്രയാർ ക്ഷേത്രം കൂടി, അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ തൃപ്രയാർ ക്ഷേത്രത്തിൽ, അത് ശ്രീരാമൻ്റെ ക്ഷേത്രമാണ്. നരേന്ദ്രമോദി വരുന്നത് ആന്ധ്രാപ്രദേശിലെ ലേപാക്ഷി വീരഭദ്ര ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷമാണ്. അത് ജഡായുവായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. നോക്കൂ, ഈ അജണ്ട മുന്നോട്ട് വെച്ച് പരമാവധി വോട്ട് ശേഖരണത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നിന്ന് കൂടി യഥാർത്ഥത്തിൽ BJP നോക്കൂ, 543 വളരെ വിരളമായ സീറ്റുകൾ മാത്രമേ BJP ഘടകകക്ഷികൾ കൊടുക്കുള്ളൂ. അതേസമയം കോൺഗ്രസ് കേവല ഭൂരിപക്ഷ സീറ്റുകളിൽ, കേരള ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിൽ പോലും മത്സരിക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ BJP എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രമാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് കേരളത്തിൽ ഇത്രയധികം സമയം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് CPM എന്താണ് മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റ് അനിൽകുമാർ? നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ ഈ 10 കൊല്ലക്കാലം ഭരിച്ച് ഇന്ത്യ മുഴുവൻ കീഴടക്കി മതനിരപേക്ഷ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി മതരാഷ്ട്രീയം ധാരാളമുള്ള ഉത്തരേന്ത്യയാകമാനം ഇങ്ങനെ കാൽക്കീഴിലാക്കി ഇങ്ങനെ ജയിച്ച് കയറിയിരിക്കുകയല്ലേ. അങ്ങനെയാണ് പിന്നെ എന്തിനാ ഈ കേരളത്തിലെ അരമുറി സീറ്റിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നത്?
കേരളത്തിലെ അരമുറി സീറ്റിൽ പരീക്ഷണത്തിന് വേണ്ടി എന്തിനിറങ്ങണം? അവിടെ ഉത്തരേന്ത്യ പോയാൽ പോരെ? അപ്പോൾ ഇവിടെ ഈ അരമുറി സീറ്റിന് വേണ്ടി നരേന്ദ്രമോദി ഇറങ്ങി നടക്കുന്നതിന് കാരണം ഉത്തരേന്ത്യയിലെ കാര്യം പരുങ്ങലാണ്. നമ്മൾ ലളിതമായിട്ടൊരു ഒറ്റ കണക്ക് മാത്രം നോക്കിയാൽ മതി. ബീഹാറിൽ എത്ര സീറ്റുണ്ട്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ എത്ര സീറ്റ് എൻ ഡി എക്ക് കിട്ടി? ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ബി ജെ പിയുടെ അവസ്ഥ എന്താവും? ബീഹാറിലെ സീറ്റ് ഫില്ല് ചെയ്യാൻ ബി ജെ പിക്ക് പകരം ഇവിടുന്ന് കിട്ടും. നമ്മളൊരു കണക്ക് നോക്കിയാൽ മതി. ഇപ്പം തന്നെ ബി ജെ പി മാക്സിമത്തിൽ നിൽക്കുകയാണ്. രാജസ്ഥാൻ, കർണാടക, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, യു പി. മാക്സിമത്തിൽ നിൽക്കുന്നിടത്ത് അവർ താഴോട്ടല്ലാണ്ട് മുകളിലേക്ക് പോകാൻ പോകണോ? ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അവരെ ദുർബലപ്പെടുത്തുക തന്നെ ചെയ്യും. ഡൽഹി തന്നെ ആം ആദ്മി പാർട്ടി കോൺഗ്രസോടെ കൂടിയാൽ എന്താ സംഭവിക്കാൻ പോവുക? അപ്പം അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് മോദിയുടെ ബോധ്യമാണ്. ഈ കേരളത്തിൽ കിടന്ന് ഈ കോലാഹലം, ഈ ഒരു സീറ്റ് അരമുറി സീറ്റ് എങ്ങനെയെങ്കിലും കിട്ടുമോ? അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ രാഷ്ട്രീയ ചോദ്യം എന്താണ്? ബഹുമാനപ്പെട്ട നികേഷ് പറഞ്ഞല്ലോ, ഹിന്ദുത്വയാണ് അജണ്ട. ശരി, ഹിന്ദുത്വയാണ് അജണ്ടയിൽ ക്രിസ്ത്യാനികളുടെ സ്ഥാനം എവിടെയാണ്? വിചാരധാര റദ്ദ് ചെയ്തോ? വിചാരധാര മാറ്റിവെച്ചോ? ഓർഗനൈസർ മാറ്റിവെച്ചോ? ഞാൻ 2 ദിവസം മുമ്പ് ഒരു ചർച്ച പങ്കെടുത്തപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി ഓർഗനൈസർ ബി ജെ പിയുടെ മുഖപത്രം അല്ലെന്നാണ് പറഞ്ഞത്. ഓർഗനൈസറിലെ വിവിധ ലക്കങ്ങളിൽ എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് ഇവാഞ്ചലിക്കൽ പ്രവർത്തനങ്ങളെക്കുറിച്ച്, സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം മണിപ്പൂർ അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളത് പറയാമെന്ന് പറഞ്ഞു. സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് ഹിന്ദുക്കളെ മറികടക്കാനുള്ള മറയാണെന്നല്ലേ അവതരിപ്പിക്കുന്നത്. അതിനെ എങ്ങനെ കടന്നാക്രമണം നടത്തണമെന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ പൊളിറ്റിക്കലായിട്ട് ഉന്നയിച്ച പോയിന്റ് ഇതാണ്. ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു മതവൈര്യമൊന്നുമല്ല, അവിടെ പള്ളികളൊക്കെ തകർന്നിട്ടുണ്ട്, അത് വംശീയ വിദ്വേഷമാണ്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? മണിപ്പൂരിൽ ബി ജെ പിക്ക് ഒരു ഗവൺമെൻറ് ഉണ്ട്, കേന്ദ്രത്തിലും ബി ജെ പിക്ക് ഒരു ഗവൺമെൻറ് ഉണ്ട്. 2 ഗവൺമെൻറ്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും മണിപ്പൂരിനെ ശാന്തമാക്കാൻ നിങ്ങൾക്കായില്ല. പിന്നെ നിങ്ങൾക്ക് എന്തിനാ വോട്ട് ചെയ്യുന്നത്? മണിപ്പൂരിൽ നഗ്നരാക്കപ്പെട്ട സ്ത്രീകൾ, നഗ്നരാക്കപ്പെട്ട സ്ത്രീകൾ വേദനിച്ചപ്പോൾ അവരോടൊപ്പം നിൽക്കാൻ മോദിക്കായില്ല. പിന്നെ എന്ത് ഗ്യാരണ്ടിയാണ് മോദി കൊടുക്കുന്നത്? അവിടുത്തെ പള്ളി സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരു ചർച്ചയിൽ 220ഓളം പള്ളികൾ പൊളിച്ചു. അപ്പം ബി ജെ പി പ്രതിനിധി വാശിക്ക് പറയുകയാണ് അമ്പലം പൊളിച്ചിട്ടുണ്ട്. ഒരൊറ്റ അമ്പലം പൊളിച്ചായിട്ട് ഞാൻ കണക്ക് കേട്ടിട്ടില്ല. അങ്ങനെ അമ്പലം പൊളിച്ചിട്ടുണ്ടെങ്കിൽ അമ്പലം സംരക്ഷിക്കാനും നിങ്ങൾക്ക് പറ്റത്തില്ല, പള്ളി രക്ഷിക്കാനും പറ്റത്തില്ല. പിന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്താ? ഇന്ത്യ രാജ്യത്ത് മോദി ഭരിച്ചിട്ട് മണിപ്പൂരിലെ അമ്പലം നോക്കാൻ പറ്റിയില്ല, പള്ളി നോക്കാൻ പറ്റിയില്ല. പിന്നെ എന്ത് മോദി ഗ്യാരണ്ടി? സ്ത്രീകളെ നോക്കാൻ പറ്റില്ല, എന്ത് ഗ്യാരണ്ടി? തീർച്ചയായും കേരളത്തിലും ഇതേ മുദ്രാവാക്യമാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ദയവായി തുടരുക. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, കേരളത്തിലും മോദിയുടെ ഗ്യാരണ്ടിയാണ് മുന്നോട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. മറ്റു വിഷയങ്ങളിലേക്ക് പോകേണ്ടതില്ല, നരേന്ദ്രമോദിയെ മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പും നേരിടുക എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് അനിൽകുമാർ ഉന്നയിച്ച ചോദ്യങ്ങൾ പ്രസക്തമല്ലേ? എന്താണ് ഗ്യാരണ്ടി? അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ ചോദ്യം, എത്ര പള്ളികൾ നിങ്ങൾ സംരക്ഷിച്ചു, എത്ര അമ്പലങ്ങൾ നിങ്ങൾ സംരക്ഷിച്ചു, ഏതൊക്കെ മതവിഭാഗങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തു, നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള പരിരക്ഷ കൊടുക്കാത്ത മതവിഭാഗങ്ങൾ നിങ്ങൾക്ക് എന്തിനു വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ആളുകൾ കൃത്യമായിട്ട് അവരുടെ മതപരമായിട്ടുള്ള സ്വത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പരിരക്ഷയുടെയും വിവേചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നത്. കൃത്യമായിട്ടൊരു മതപരമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയാണ് നമ്മുടെ എന്നുള്ളതാണ്. അദ്ദേഹത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നോക്കൂ, നരേന്ദ്രമോദി 2014 അധികാരത്തിലേറുന്ന സമയത്ത് ഇന്ത്യയിലെ ആകെ എക്സ്പ്രസ് വേയുടെ നീളം 1000 കിലോമീറ്റർ ആയിരുന്നു. ഇന്ന് ഇന്ത്യയിലെ എക്സ്പ്രസ് ഹൈവേയുടെ നീളം 5000 കിലോമീറ്റർ ആണ്, 5 ഇരട്ടി വർധനയാണ്. ഇന്ത്യയിലെ നാഷണൽ ഹൈവേയുടെ നീളം 93,000 കിലോമീറ്റർ ആയിരുന്നു. ഇന്ന് ഇന്ത്യയിലെ എക്സ്പ്രസ് ഹൈവേ മൊത്തമുള്ള നാഷണൽ ഹൈവേയുടെ നീളം 1,50,000 ആണ്. അതായത് 1/3 ഭാഗം നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ റോഡ് നിർമ്മാണത്തിന്റെ വേഗത 12 കിലോമീറ്റർ പെർ ഡേ ആയിരുന്നു. ഒരു ദിവസം 12 കിലോമീറ്റർ റോഡാണ് ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് ഇന്ത്യയിലെ റോഡ് നിർമ്മാണത്തിന്റെ വേഗത 28 കിലോമീറ്റർ പെർ ഡേ ആണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. ചൈനയേക്കാൾ കൂടുതൽ വേഗത്തിൽ ഇന്ത്യയാണ് റോഡ് നിർമ്മിക്കുന്നത്. നമ്മുടെ വിമാനത്താവളങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുമ്പോൾ 74 വിമാനത്താവളങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 148ആണ്, ഡബിൾ ദ നമ്പർ, നേരെ ഇരട്ടിയാണ്. എയിംസുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു ഫുള്ളി ഫംഗ്ഷണൽ എയിംസും 6 സെമി ഫംഗ്ഷണൽ എയിംസും ആയിട്ട് ആകെ 7 എയിംസുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് എയിംസുകളുടെ എണ്ണം 15ആണ്. IIT-കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ IIT-കൾ 15 ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 22 ആണ്. IIM-കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 7 ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 16 ആണ്.
ഇനി ഏത് മേഖലയിലും, അതായത് ആളുകളുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം പോലെയുള്ള മേഖലകളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 4 കോടി വീടുകളാണ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. പ്രധാനമന്ത്രി സ്വച്ഛ ഭാരത് യോജനയുടെ അടിസ്ഥാനത്തിൽ 12 കോടി ശൗചാലയങ്ങളാണ് ഈ രാജ്യത്ത് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. 13 കോടി വീടുകളിലേക്കാണ് പൈപ്പ് തുറന്നാൽ വെള്ളം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 1000-ലേറെ ഗ്രാമങ്ങളാണ് 100% ഇലക്ട്രിഫിക്കേഷനാണ് എന്താ പറയുക വൈദ്യുതീകരണ ദീൻദയാൽ വൈദ്യുതീകരണ പ്രോജക്ടിന് കീഴിൽ നടന്നിട്ടുള്ളത്. LPG ഗ്യാസുകളുടെ പെനിട്രേഷൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ 2014 വരെ LPGയുടെ പെനിട്രേഷൻ എന്ന് പറയുന്നത് 60% ആയിരുന്നെങ്കിൽ ഇന്നത് 100% ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എല്ലാ മേഖലയിലും സാധാരണ ജനങ്ങളെ വ്യക്തി തലത്തിലും സാമുദായിക തലത്തിലും രാജ്യമെന്ന് പറയുന്ന ഒരു പൊതുസങ്കല്പത്തിന്റെ തലത്തിലും തന്നെ അഭൂതപൂർവമായിട്ടുള്ള ഒരു പരിണാമം ഉണ്ടായി. 2014 ഇന്ത്യ ലോകരാജ്യങ്ങളിലെ 10ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. എന്താണ് ഫ്രജൈൽ 5 എക്കോണമി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ എക്കോണമി ഇപ്പോൾ ഓൺലി സ്പോട്ട് ഓഫ് ഹോപ്പ് എന്നാണ് IMF പോലെയുള്ള രാജ്യങ്ങൾ പറയുന്നത്, IMF പോലെയുള്ള സംഘടനകൾ പറയുന്നത്. ഇങ്ങനെ ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു വലിയ മാറ്റമാണ് ഇന്ത്യയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു അനുഭവമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ നാട് മാറിയത്, എങ്ങനെയാണ് ഈ ലോകത്തിന് ഇന്ത്യയെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് മാറിയത്, എങ്ങനെയാണ് സർക്കാർ നേരിട്ട് ജനങ്ങളുമായി ഇടപെടുന്ന ഒരു സംവിധാനം ഉണ്ടായത്. ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുന്ന പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അന്ന് വലിയ സാമ്പത്തിക വിദഗ്ധന്മാരായിരുന്ന ചിദംബരത്തെ പോലെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത് അമേരിക്ക പോലെ എല്ലാവർക്കും ATM കാർഡും സ്വൈപ്പിംഗ് മെഷീനുള്ള നാടുകളിൽ ഇതൊക്കെ നടക്കും, നമ്മുടെ നാട്ടിൽ പെട്ടിക്കടകളുള്ള ഉന്തുവണ്ടിയിൽ കച്ചവടം നടക്കുന്ന, ഓട്ടോറിക്ഷയിൽ കച്ചവടം നടക്കുന്ന നാട്ടിൽ ഇത് എങ്ങനെയാണ് ചെയ്യാന്നാണ്. ഇപ്പൊ നമ്മൾ ഉന്തുവണ്ടിക്കാരനും ഓട്ടോറിക്ഷക്കാരനും വരെ നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് പണം അയച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഡിജിറ്റൽ എക്കോണമി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം, അതായത് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതിയുടെ ഗുണഫലം നമുക്ക് ഇങ്ങനെ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ. ഈ 1000 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചു, വിമാനത്താവളങ്ങൾ നിർമ്മിച്ചു. ഇപ്പൊ രാജ്യത്തെ 13 തുറമുഖങ്ങളും 8 വിമാനത്താവളങ്ങളും അദാനിയുടെ കയ്യിലാണ്. വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ശങ്കുട്ടിദാസേ, താങ്കൾക്ക് അറിയാമല്ലോ ഈ അടുത്തിടെ ഒരു പാർലമെന്റ് അറ്റാക്ക് നടന്നിരുന്നു. ആ പാർലമെന്റിൽ എന്തിനായിരുന്നു അവിടെ ആ അറ്റാക്ക് നടത്തിയത്? അവർ രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ പ്രതീകങ്ങളാണ് ശ്രീ ശങ്കുട്ടിദാസ്. താങ്കൾക്കറിയാവോ, ഒരു ദിവസം 30 പേര് ഇന്ത്യയിൽ 30 കർഷകർ 30 കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. 1 ലക്ഷത്തിലേറെ കർഷകരാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തത്. നമുക്ക് ഈ റോഡുകൾ വികസിപ്പിച്ചു, വിമാനത്താവളങ്ങൾ ഉണ്ടാക്കി, ഡിജിറ്റൽ ഇന്ത്യ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ അടിസ്ഥാനപരമായി ഗ്രാമീണ ജനങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഗുണം എത്തിയിട്ടുള്ളത്? NREGA എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്, അത് UPA സർക്കാർ കൊണ്ടുവന്നതാണ്. അതിൻ്റെ ബജറ്റിൽ നിങ്ങൾ എല്ലാ വർഷവും എടുത്തു നോക്കൂ, അതിൻ്റെ ബജറ്റിൽ വകയിരുത്തുന്ന പൈസ കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് 3% കുറവാണ് ഇപ്രാവശ്യം. ഈ രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതായത് നിങ്ങൾക്ക് 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴേ ഒരു ജനകീയ മുദ്രാവാക്യം ഉയർത്താനില്ലാതാകുമ്പോഴാണ് വർഗീയത ഒരു വിഷയമായി എടുക്കേണ്ടി വരുന്നത്. രാമക്ഷേത്രം പറഞ്ഞുകൊണ്ടല്ല രാജ്യത്തെ വോട്ട് വാങ്ങിക്കേണ്ടത്. നിങ്ങൾക്ക് പറയാൻ കാര്യങ്ങളുണ്ടാവണം, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക കൂടി വേണം. ആരാ രാമക്ഷേത്രം പറയുന്നത്? രാമക്ഷേത്രം പറയണ്ടല്ലോ. നിങ്ങളിപ്പോ എല്ലാ സ്ഥലങ്ങളിലും നാമജപം നടത്താനല്ലേ പറയുന്നത്? രാമക്ഷേത്രം പറയുന്നില്ലല്ലോ, പ്രവർത്തിക്കുകയല്ലേ. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അക്ഷത വിതരണം നടത്തുന്നതും നാമജപം നടത്തുന്നതും അതിനായി സമാജത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അത് RSSന്റെ നേതൃത്വത്തിൽ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലൊക്കെയാണ്. സംഘപരിവാർ എന്ന് പറയുന്നത് വലിയൊരു ഒരു കുടുംബമാണ്. അതിൽ 100 കണക്കിന് സംഘടനകൾ 100 കണക്കിന് മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംഘപരിവാർ കുടുംബത്തിലെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന പരിവാറാണ് BJP. BJPയുടെ ഉത്തരവാദിത്തം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുകയും രാജ്യം ഭരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ ജോലിയാണ് BJP നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് VHPക്കാർ ഹിന്ദുത്വം പറയരുത്, RSSകാർ രാമന്റെ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട അക്ഷത വിതരണം നടത്തരുതെന്ന് പറയാൻ തൽക്കാലം നമുക്ക് നിവൃത്തിയില്ല. ഇത് മതസ്വാതന്ത്ര്യമുള്ള ആർട്ടിക്കിൾ 25 പ്രകാരം ഒരു മതവിശ്വാസം നിലനിർത്താനും അത് പ്രചരിപ്പിക്കാനും അത് പ്രഖ്യാപിക്കാനും ഒക്കെ അവകാശമുള്ള രാജ്യമാണ്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയല്ലേ. നിങ്ങൾക്ക് എന്തിനാണ് സഹിഷ്ണുത? നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ 4000 കോടി രൂപയുടെ പ്രോജക്റ്റുകളാണ് നാളെ ഇവിടെ ഉദ്ഘാടനം നടക്കുന്നത്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, തൃപ്രയാർ അമ്പലത്തിൽ പോകുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ കാര്യം പറയാതിരിക്കുന്നത്? അതുകൊണ്ട് ഇത് മതപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ചുരുക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെയും ചില നിക്ഷിപ്ത താല്പര്യമുള്ള മാധ്യമങ്ങളുടെയും. 4000 കോടി രൂപയുടെ പ്രോജക്റ്റ് നിങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് പറയുമ്പോഴല്ലോ പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല.
ഇവിടുത്തെ പല പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നു. ഇപ്പം സാധാരണഗതിയിൽ മനുഷ്യർക്ക് വലിയ ഗുണം കിട്ടുന്നതാണ് ഈ ആരോഗ്യ പദ്ധതികളൊക്കെ, കാരുണ്യ അടക്കമുള്ള കാര്യങ്ങൾ. നെൽകർഷകരുടെ പ്രശ്നങ്ങൾ അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ മറുപടി പറഞ്ഞോളൂ. നിങ്ങൾ ഈ 4000 കോടി രൂപയുടെ പദ്ധതി കേന്ദ്രം ഇവിടെ വന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുകയും ആ പ്രതിസന്ധിയുടെ ഒരു പ്രധാന കാരണക്കാരായിട്ട് കേന്ദ്ര സർക്കാർ നിൽക്കുകയും ചെയ്യുന്നു. കേന്ദ്രം എല്ലാം തന്നുകൊണ്ടിരിക്കുന്നു എന്നും പറയണ്ട, അങ്ങനെ തന്നുകൊണ്ടിരുന്നാൽ ഇവിടെ വരുന്ന പൈസയിൽ ആവിയായി പോവില്ലല്ലോ. അപ്പോൾ ആ പൈസ കിട്ടുന്നതിനകത്ത് പ്രതിസന്ധികളുണ്ട്, അതുകൊണ്ട് പല പദ്ധതികളും ചോദിച്ചിട്ട് അല്ല, ചോദ്യം ഇതാണ് അങ്ങൊരു ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം ഞാൻ പറയരുത് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? പണം വസ്തുതയാണ്. 45,000 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് 45,000 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ആയിട്ട് കേരളത്തിന് കിട്ടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിനാണ്. കേന്ദ്ര നികുതി വിഹിതത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം കിട്ടിയിട്ടുള്ള 2ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഈ പറയുന്ന കണക്കുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, കടമെടുക്കൽ പരിധി വെട്ടിക്കുറച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കടമെടുക്കൽ പരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 പ്രകാരമുള്ള ഫിസ്ക്കൽ റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ 2003 പാസ്സാക്കിയിട്ടുള്ള ഫിസ്ക്കൽ റെഗുലേഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഫിസ്ക്കൽ റെഗുലേഷൻ ആക്ടിൽ പറയുന്നുണ്ട് മൊത്തം GDP-യുടെ 3% കടമെടുക്കാൻ പറ്റുള്ളൂ. കേരളത്തിന്റെ GDP കൂടുതൽ വലുതായിരുന്നെങ്കിൽ കൂടുതൽ കടമെടുക്കാൻ സാധിക്കുമായിരുന്നു. 2019-20 കാലഘട്ടത്തിൽ കോവിഡ് മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കൽ പരിധി 5% വരെയാക്കി വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇത് ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവരാൻ 15ാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചു. അങ്ങനെ 2021 അത് 4%, 2022 അത് 4%, 2023 അത് 3%. ഇത് കേരളത്തിന് മാത്രമല്ല, ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ്. കേരളം മാത്രം പറയുന്നു ഞങ്ങൾക്ക് 2 വർഷം മുമ്പ് കടമെടുക്കാൻ സാധിച്ചിരുന്നത്ര ഞങ്ങൾക്ക് ഇപ്പൊ കടമെടുക്കാൻ സാധിക്കുന്നില്ലെന്ന്. അതിന്റെ മുന്നത്തെ വർഷം നിങ്ങളുടെ കടമെടുക്കൽ പരിധി എത്രയായിരുന്നു? ഇങ്ങനെ കണക്ക് വെച്ച് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതേപോലെ തന്നെ നികുതി വിഹിതത്തിന്റെ വിതരണത്തെ പറ്റി പറയുന്നു 1985 3.7% ഞങ്ങൾക്ക് തന്നിരുന്നത്. 1985 തന്നിരുന്നത് 1971 സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിലെ 3.7% മലയാളികളായിരുന്നു. ഇന്ന് 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ അത്രയും ജനസംഖ്യ ഇല്ല. അപ്പോ ശതമാനത്തിലെ കുറവ് വരുന്നുള്ളൂ, പക്ഷെ തുക വളരെ കൂടുതലാണ്. നമുക്ക് ഇപ്പൊ 3.7 കിട്ടുന്നില്ല, 3.2 കിട്ടുന്നുള്ളൂ എങ്കിലും 1985 കിട്ടിയതിന്റെ 5 ഇരട്ടിയാണ് കിട്ടുന്നത്. ഈ 10ാം തരകാര്യ രൂപയാണെങ്കിൽ 2021-22 കാലഘട്ടത്തിൽ കേരളത്തിന് കിട്ടിയത് 39,000 കോടി രൂപയാണ്. ശങ്കുട്ടിദാസ് പറഞ്ഞു 3.9 നിന്ന് 3.2 ആക്കിയിട്ടാണ് ഇപ്പൊ കുറച്ചിരിക്കുന്നതെന്ന്. ഒന്ന് വാങ്ങിത്തരാമോ? 3.2 എത്രയാണ്? അങ്ങനെ തിരുത്തുവോ? എത്രയാണ് കൃത്യമായിട്ട് ഇപ്പോഴത്തെ ശതമാനം? എത്രയാ താങ്കൾക്ക് അറിയാമോ? ഏതാണ്ടൊക്കെ കിട്ടിയ കണക്ക് എനിക്കറിയാം. 39,991 കോടി രൂപയാണ് കിട്ടിയത് 2021-22 കാലഘട്ടത്തിലേക്ക്. 22-23 കാലഘട്ടത്തിന്റെ കണക്ക് ഏജ് പുറത്തു വിട്ടിട്ടില്ല. എന്നാലും അത് 30,000 അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് അടുത്ത വട്ടം തിരുത്താം. ഉണ്ട്. കേരളത്തിന് 15ാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ചത് 1.92% ആണ്. 10ാം ധനകാര്യ കമ്മീഷൻ അതിൻ്റെ ഇരട്ടി 3.82 അനുവദിച്ചിരുന്നു. ഇവിടെ BJP-യുടെ പ്രതിനിധി പറയുമ്പോൾ ഏതാണ്ട് കാശിൻ്റെ കണക്ക് പറയുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നികുതി എന്ന് പറയുന്നത് മലയാളി കൊടുക്കുന്നുണ്ട്, എല്ലാ സംസ്ഥാനക്കാരും കൊടുക്കുന്നുണ്ട്. ആ നികുതി എല്ലാം കൂടെ കേന്ദ്രത്തിൻ്റെ കൈ വരുമ്പോൾ അതിന് 41% സ്റ്റേറ്റിന് കൊടുക്കണം. ആ 41% സ്റ്റേറ്റിന് കൊടുക്കുമ്പോൾ കേരളത്തിന് വിഹിതം കൊടുക്കുമ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസത്തിന് മുമ്പിലാണ്, നിങ്ങൾക്ക് മാർക്ക് കുറച്ചു. നിങ്ങൾ ആരോഗ്യത്തിന് മുമ്പിലാണ്, നിങ്ങൾക്ക് മാർക്ക് കുറച്ചു. നിങ്ങൾക്ക് എല്ലാ വീട്ടിലും കക്കൂസുണ്ട്, മാർക്ക് കുറച്ചു. നിങ്ങൾ പട്ടിണിക്കാർ തീരെയില്ല, മാർക്ക് കുറച്ചു. നിങ്ങൾക്ക് വീടുകളുടെ എണ്ണം വളരെ കുറച്ചിന് മതി, നിങ്ങൾക്ക് മാർക്ക് കുറച്ചു. ഇങ്ങനെ മാർക്ക് കുറച്ചാണ് 3.82 1.92 ആക്കിയത്. അതിലൊരു മാർക്ക് കുറച്ച് മാത്രമാണ് ജനസംഖ്യ കുറഞ്ഞപ്പം. ജനസംഖ്യ കുറച്ച് എങ്ങനെയാണ്? ജനങ്ങൾക്ക് ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തിയിട്ട് അതിൻ്റെ പേരിൽ നമ്മൾ കുറയ്ക്കുകയാണ്. ഞങ്ങൾ പറയണത് എന്താണ്? ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡം മാറ്റണം. അത് ദക്ഷിണേന്ത്യ മൊത്തം ആവശ്യപ്പെടുന്നതാണ്. ഇവിടെ BJP-യുടെ പ്രതിനിധി വന്നപ്പോൾ വലിയ വളർച്ച പറഞ്ഞല്ലോ. ഞാനൊരു വളർച്ച പറയാം. 53 ലക്ഷം കോടിയായിരുന്നു മോദി വന്നപ്പോൾ ഇന്ത്യയുടെ കടം. ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കടം 156 ലക്ഷം കോടി രൂപയാണ്. ഒരു മാസത്തിൽ 1.5 ലക്ഷം കോടി രൂപ കടം നിർമ്മലാ സീതാരാമൻ എടുക്കുന്നു. നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റിലെ ഒരു വർഷത്തെ കടം 18,000 കോടി രൂപയാണ്. കേരളത്തിന് ഈ 75 കൊല്ലം കൊണ്ടുള്ള ആകെ കടം 3,65,000 കോടിയേ ഉള്ളൂ. നിങ്ങൾ 2.5 മാസം എടുക്കുന്ന കടമില്ല കേരളത്തിന് ഇതുവരെയുള്ള കടം. രണ്ടാമത്തെ പോയിന്റ്, നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ രാജ്യം പട്ടിണി സൂചികയിൽ 53,
ഇപ്പോഴെത്രയാണ്? 111. നിങ്ങൾ പറഞ്ഞല്ലോ 5ാം സ്ഥാനത്താണ് സാമ്പത്തിക ശക്തി. ശരിയാണ്. ജനസംഖ്യ കൂടുമ്പോൾ സാമ്പത്തിക ശക്തി ഒന്നാം സ്ഥാനത്താവും. ഇന്ത്യ രാജ്യത്ത് 1ാം സ്ഥാനം ആയതുകൊണ്ട് അമേരിക്കയുടെ മുകളിൽ ഇന്ത്യ പോകും. ഞങ്ങളുടെ വിശ്വാസം അതാണ്. ചൈനയുടെ മുകളിൽ ഇന്ത്യ പോട്ടെ. പക്ഷേ ഇന്ത്യ 3.8 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയേ ഉള്ളൂ. അവിടുന്ന് അമേരിക്കയുടെ 26 ട്രില്യണിലേക്ക് എത്ര കോടിയുണ്ട്? ചൈനയുടെ 18ലേക്ക് എത്ര കോടിയുണ്ട്? അകലം വളരെ കൂടുതലാണ്. ഞാൻ പറയുന്ന പോയിന്റ് അവിടെ അല്ല. പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം എത്രയാ? ആളോഹരി വരുമാനം നോക്കുമ്പോൾ കേരളം, ഇന്ത്യ എന്ന് പറയുന്നത് എത്ര സ്ഥാനത്താണ്? 141 സ്ഥാനത്താണ്. പിന്നെ നിങ്ങൾ ദേശീയപാത പണിതപ്പോൾ ഈ കേരളത്തെ ആ വണ്ടിയെ കയറ്റാൻ ഞാനാ. കാരണം എന്താണ്? 5250 കോടി രൂപ കേരളത്തിൽ നിന്ന് കുത്തിരി പിടിച്ച് വാങ്ങിച്ചോ. കിബിയിൽ നിന്ന് 5250 കോടി രൂപ കേരളത്തിന് കിബിയിൽ നിന്ന് പൈസ കൊടുക്കാൻ ദേശീയപാതയില്ല. അതെന്ത് ചിറ്റമ്പ നയമാണ്? പിന്നെ AIMSനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിൽ വന്ന ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ മലയാളി കൊറോണ അവകാശപ്പെട്ടതല്ലേ? നരേന്ദ്രമോദിക്ക് അതൊന്നും തരാൻ മേലേ? പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ വലിയ വികസിപ്പിക്കുകയാണ് വിമാനത്താവളം. എന്താ പിന്നെ ശബരിമല വിമാനത്താവളത്തിൻ്റെ അനുഭവം എന്താ? വേണ്ട. ആ ശബരിമലയുടെ തീവണ്ടിപ്പാതി എന്താ? നിങ്ങൾ ഈ അമ്പലത്തിൻ്റെ വരിയമ്പുറത്തൂടെ നടന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ പോയി പൂജിക്കുകയും വോട്ട് പിടിക്കുകയും ചെയ്യുന്നു. ശബരിമലയെക്കുറിച്ചാണല്ലോ മോദി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രസംഗിച്ചത്. ശബരിമല വിമാനത്താവളത്തിന് അംഗീകാരം തരാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കൂടാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അയോധ്യയിലെ വിമാനത്താവളത്തിന് കേന്ദ്രം എത്രയാണ് കൊടുത്തത്? ഇപ്പോൾ ജയിക്കെന്ന് വായ്പ എടുത്തിട്ട് അവിടുത്തെ മഹാരാഷ്ട്രത്തിലെ നിങ്ങളുടെ ആ അടൽ സേതുവിന് എത്രയാണ് കൊടുത്തത്? 15,000 കോടി. കേരളത്തിനോ? ഒന്നുമില്ല. പിന്നെയാണ് കേരളത്തിൽ നിങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് കേരളം പാകിസ്ഥാനിലല്ല, കേരളം ബംഗ്ലാദേശിലല്ല, ഇന്ത്യയിലാണ്. ഇന്ത്യയിലായതുകൊണ്ടാണ്. പിന്നെ പറഞ്ഞല്ലോ ഡയറക്റ്റ് ട്രാൻസ്ഫറാണ് BJPയുടെ. എങ്ങോട്ട്? അക്കൗണ്ടിലേക്ക്. മോദി അധികാരത്തിൽ വരുമ്പോൾ ഒരു ഗ്യാസ് കുറ്റിക്ക് 430 രൂപ. നിങ്ങളത് എത്രയാക്കി? വില 1200 രൂപയാക്കി. ഇപ്പം ഏതാണ്ട് 1000 രൂപയ്ക്ക് അടുത്ത് കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ അക്കൗണ്ടിൽ 4 കൊല്ലമായിട്ട് പണം വന്നിട്ടില്ല. ഈ ഡയറക്റ്റ് ട്രാൻസ്ഫർ ആ ഗ്യാസ് കുറ്റിയുടെ അക്കൗണ്ടിൽ കിട്ടുമോ? ഗ്യാസ് കുറ്റി ഒരു തവണ എടുത്ത് വീട്ടമ്മമാർ ഗ്യാസ് കുറ്റി എടുക്കുന്നില്ല. നരേന്ദ്രമോദി ഒരിക്കൽ പ്രഖ്യാപിച്ചു ഡൽഹി വെച്ച് എല്ലാ ഗ്രാമങ്ങളിലും ഇത്ര ഗ്രാമങ്ങളിൽ ഞങ്ങൾ കറണ്ട് കൊടുത്തു. പത്രലേഖകർ ആ ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ കറണ്ട് ചെന്നിട്ടേ ഇല്ല. നിങ്ങളുടെ ഈ പറയുന്ന നീതി ആയോഗിൻ്റെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങളെന്തിനാ ജെയിംസ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടത്? ഇന്ത്യ രാജ്യത്ത് എത്ര വീടുകളിൽ കക്കൂസുണ്ട്, എത്ര പേർക്ക് വീടില്ല തുടങ്ങിയ കണക്കെടുക്കാൻ വന്ന് എല്ലാവരെയും പിരിച്ചുവിട്ടിരിക്കുക നിങ്ങൾ. അതെ, ഒരുപാട് പരാതികളുണ്ട്. തീർച്ചയായും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉന്നയിച്ച നിരവധി പരാതികൾ അത് ആവർത്തിച്ച ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കേണ്ടവയായി മാറുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം റിപ്പോർട്ടറിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് തത്സമയം പോകുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഈ ചർച്ചയിൽ ഈവനിംഗ് ഷോയിൽ നമുക്കൊപ്പം ചേർന്നതിന്. You are watching Reporter Evening Show.